ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റേഷൻ കാർഡും മൊബൈൽ ഫോണും ഉള്ളവർ ശ്രദ്ധിക്കണം. കുടുംബത്തിന് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിവിധ സർക്കാർ പദ്ധതികളുടെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതി അഥവാ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് കീഴിൽ ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷ സൗജന്യമായി ലഭിക്കുന്നതാണ്. 1 രൂപ പോലും ഇൻഷുറൻസ് പ്രീമിയം നൽകാതെ തന്നെയാണ് ഈ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്നത്. ചെറിയ അസുഖങ്ങൾക്കും ചികിത്സകൾക്കും ഇന്നത്തെ കാലത്ത് സാധാരണക്കാർ വലിയ തുകകളാണ് ചിലവഴിക്കേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ പദ്ധതി വലിയൊരു ആശ്വാസമാകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സംയോജിച്ചാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. താലൂക്ക് ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എന്നിവിടങ്ങളിലെ ICU, കിടത്തി ചികിത്സ, മരുന്നുകൾ, ഓപ്പറേഷനുകൾ, കൃത്രിമ അവയവങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സകൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യുവാൻ സാധിക്കും. പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന നടപടികളും ആരംഭിക്കുന്നുണ്ട്. ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ പോലുള്ളവരെയെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഫോണുകളിലേക്ക് മെസ്സേജുകളും ഫോൺ വിളികളുമെല്ലാം ഇപ്പോൾ എത്തുന്നുണ്ട് എന്ന അറിയിപ്പാണ് എത്തിയിരിക്കുന്നത്. വാട്സാപ്പ് അക്കൗണ്ടുകളിലേക്ക് ഒരു വേരിഫൈഡ് അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വികസിത് ഭാരത് സമ്പർക്ക് എന്ന ID-യിൽ നിന്നാണ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഏതെല്ലാം കേന്ദ്ര ആനുകൂല്യങ്ങളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? കൂടാതെ ഏതെങ്കിലും കേന്ദ്ര സർക്കാർ ആനുകൂല്യ പദ്ധതികളിൽ ചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യാവലി രൂപത്തിലുള്ള മെസ്സേജുകളാണ് എത്തുന്നത്. ഒരു പച്ച ടിക്കുള്ള വേരിഫൈഡ് അക്കൗണ്ടിൽ നിന്നും വരുന്ന മെസ്സേജുകൾ സർക്കാർ വിഭാഗത്തിന്റെ തന്നെയാണ്. പലരും ഇത് വ്യാജ സന്ദേശങ്ങളെന്ന് കരുതി ഡിലീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഒറിജിനലാണെന്ന് മനസ്സിലാക്കി മറുപടി നൽകുക. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ചേരുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് മറുപടി പറയുക. കർഷകരാണെങ്കിൽ PM കിസാൻ പദ്ധതിയിൽ ചേരുവാൻ താല്പര്യമുണ്ടെന്ന് പറയുക. കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നൽകാനുള്ള ഓപ്ഷൻ മെസ്സേജുകളിൽ ഉണ്ട്. നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയാൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായി അവ ഷെയർ ചെയ്യുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ആയുഷ്മാൻ ഭാരതിലേക്കുള്ള പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. അതിനാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSC സെന്ററുകൾ വഴിയോ ആയുഷ്മാൻ ഭാരതിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല. നിലവിൽ രാജ്യത്ത് നടന്ന സെൻസസ് പ്രകാരം പ്രധാനമന്ത്രിയുടെ ലെറ്റർ കിട്ടിയവർക്കും കൂടാതെ റേഷൻ കാർഡുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന RSBY കൂടാതെ CHIS പദ്ധതിയിൽ ഉൾപ്പെട്ടവരെയൊക്കെയാണ് നിലവിൽ ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉള്ളത്. ഗുണഭോക്താക്കൾക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനുള്ള സംവിധാനം ഇതുവരെ വന്നിട്ടില്ല. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങളിലേക്ക് അത്തരത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്. ആശാ വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയുമെല്ലാം അടുത്ത സാമ്പത്തിക വർഷം ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി ബജറ്റിലൂടെ അറിയിച്ചതുമാണ്. പദ്ധതിയുടെ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.